കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം സത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് വരുന്ന ഒരു സംശയമാണ്, യേശുക്രിസ്തുവിന്റെ സഭ, നമ്മൾ ഇന്നായിരിക്കുന്ന ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ ചോദ്യം ഇന്നും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ വീട്ടിലെ അപ്പനോടും അമ്മയോടും പോയി അവർ ഒരുമിച്ച് നിൽക്കുമ്പം അപ്പന്റെ മണവാട്ടിയാണോ ഈ നിൽക്കുന്ന അമ്മ എന്ന് ചോദിച്ചാൽ പിതാവ് മറുപടി പറയുന്നത്, അതെ, ആയിരുന്നു. ഇത്ര വർഷത്തിന് മുമ്പ് മണവാട്ടിയായിരുന്നു. ഇപ്പോൾ ഭാര്യയായി, മക്കൾ ജനിച്ചു, കുടുംബമായി. അപ്പം ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ പേരായിരുന്നു മണവാട്ടി എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തെ മണവാട്ടിയാണ്. മാരേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മണവാട്ടിയല്ല, പിന്നെ അമ്മയാണ്, പിന്നെ കുടുംബിനിയാണ്, ഭാര്യയാണ്. ഇങ്ങനെ ആ സ്ഥാനങ്ങൾക്ക് മാറ്റം സംഭവിക്കും. പക്ഷെ 2000 വർഷമായിട്ട് ക്രിസ്ത്യാനികൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സഭ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സഭയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സഭ ഇതുവരെ യേശു വെഡ് ചെയ്തിട്ടില്ല. അതായത് സഭയുമായിട്ട് ഇതുവരെ യേശു ഒന്നായിട്ടില്ല. ഇതാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ പഠനം. കർത്താവ് ഞങ്ങളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് ഞങ്ങളാണ് 1,44,000 എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ വെള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. കാന്തൻ വരാറായി, ഞാൻ പോകാറായി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ പാട്ടും പാടി ജീവിക്കുന്നു. കാന്തനെ കാണുവാൻ ആശയേറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ആളുകൾ കൈയടിച്ച് പാട്ട് പാടുന്നു. ഇങ്ങനെ കുറേ വിചിത്രങ്ങളായ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു പ്രേക്ഷകൻ, അല്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹം പറഞ്ഞു, ഈ മണവാളനും മണവാട്ടി ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്തരം കൗതുകം തോന്നി. ശരിയാ, ഇത് വർഷങ്ങളായിട്ടുള്ള ഇതിന് സത്യം പറഞ്ഞ ഈ എററായതൊക്കെ, ഇതൊന്നും കാര്യഗൗരവമായിട്ട് മനസ്സിലാക്കി പഠിക്കാനോ ജനത്തെ പഠിപ്പിക്കാനോ ആളുകൾ തയ്യാറാകുന്നില്ല എന്നത് ഒരു വസ്തുത. ഞാനിത് ദൈവവചനം വായിച്ചപ്പം, അല്ലെങ്കിൽ പുതിയ നിയമ പഴയ നിയമ ഭാഗങ്ങൾ ഒരുമിച്ച് സമയമെടുത്ത് വായിക്കാൻ ശ്രമിച്ചപ്പോൾ ലഭിച്ച ചില ചിന്തകൾ, ഈ പഴയ നിയമം ദൈവം ഉണ്ടല്ലോ, മനുഷ്യനോട് കലർന്നത് ഇസ്രായേൽ ജനത്തോട് എടുത്ത ഉടമ്പടിയാണ് പഴയ നിയമം. ഈ പഴയ നിയമത്തിൽ ദൈവം അവർക്ക് അതായത് ഇസ്രായേൽ വാസ് ദ വൈഫ് ഓഫ് യാവേ. ആ ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ദൈവത്തിന്റെ ഭാര്യയായി, യഹോവയുടെ ഭാര്യയായി. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ യഹോവ മാത്രമായിരിക്കണം നിന്റെ ദൈവം എന്നുള്ള ആ കർക്കശമായ നിയമത്തിന്റെ അടിയിലേക്ക്, ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് യാവയും ഇസ്രായേലും വന്നു. അതേസമയം ഇസ്രായേലിന് മറ്റൊരു പൊസിഷൻ കൂടെ ഉണ്ടായിരുന്നു. അവൾ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു, പ്രീസ്റ്റ്ഹുഡ്. എന്നാൽ നിർഭാഗ്യവശാല് ഇസ്രായേൽ ഗ്രഹം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. യഹൂദ ഗ്രഹമെന്നും ഇസ്രായേൽ ഗ്രഹം എന്നുള്ള രണ്ട് നിലയിൽ ഇത് വിഭജിക്കപ്പെട്ടു. അത് ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷമാണെന്ന് നമുക്ക് 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ വായിപ്പാൻ കഴിയും. 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ ഗ്രഹവും 2 ഗോത്രങ്ങൾ ചേർന്ന യഹൂദ ഗ്രഹവും രണ്ടായി വിഭജിക്കപ്പെട്ടു. റഹോബയാമിന്റെ നേതൃത്വത്തിലുള്ള 10 ഗോത്രങ്ങൾ രാജ്യത്തിലേക്കും, അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട് എഫ്രീമിന്റെ നേതൃത്വത്തില് അവര് യഹോവയെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ രാജാവ് തന്നെ രാജഭരണമേറ്റ ഉടനെ ബാൽ വിഗ്രഹങ്ങളെ സേവിപ്പാൻ വേണ്ടി, ബാലിനെ ആരാധിക്കാനായിട്ട് ജനങ്ങളെ തള്ളിവിട്ടു. അങ്ങനെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, ജെറമ്യായുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്തത് ഹേതുവാൽ
തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. അപ്പൊ ഇസ്രായേൽ വിശ്വാസത്യാഗിയായി മറ്റ് ദേവന്മാരെ ആരാധിക്കാൻ പോയി പരസംഗം ചെയ്തത് ഹേതുവായി അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുത്തു എന്ന് വായിക്കും. അപ്പൊ നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇവിടെ കുറേമാര് പാട്ട് എഴുതി വെക്കും, കാന്തം വരാറായി. ഇത് എന്താ കാന്തനാണോ കോന്തനാണോ അറിയത്തില്ല, ഇവർ എന്താ എഴുതുന്നതെന്ന് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ക്രിസ്ത്യ ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷത്തിന് വേണ്ടി വന്നപ്പം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഇത് ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ടാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് മുഴുവൻ തരികിടയും മൊത്തം കള്ളത്തരങ്ങളും ആപത്തങ്ങളും അസത്യങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. നേര് പറയുന്നവന് ഒരു വിലയില്ലാത്ത സമൂഹമായിട്ട് ഇത് അതമ്പതിച്ചു പോയത്. ഈ കാന്തം വരുന്നു. ഈ കാന്തൻ എന്നൊക്കെ വെച്ച് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ യേശുക്രിസ്തുവിന്റെ കാന്തയാണ്. ബൈബിളിൽ പറഞ്ഞേക്കുന്ന അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തത്. ദൈവ മക്കളെ കയറി മണവാട്ടിയാക്കും. ഇതെന്നെ നടപടി? നിങ്ങളുടെ വീട്ടിലെ മക്കളാണോ നിങ്ങളുടെ പിൽക്കാലത്തെ മണവാട്ടി? മക്കളെ കർത്താവിനെ സ്വീകരിക്കുന്നവർ മക്കളാകുമെന്ന് പറഞ്ഞേക്കുന്നത്. ഉടനെ പിന്നെ മക്കളെ പിന്നെ കല്യാണം കഴിക്കും. ഇതെന്തുവാ ഇത്? ഒരുമാതിരി ലോകത്തെങ്ങും ഇല്ലാത്ത കുറച്ച് ഇമ്മോറൽ, എന്ത് പറഞ്ഞതിന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ ഈ സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് വലിയ തിയോളജിക്കൽ ലാംഗ്വേജ് ഒന്നും പറയുന്നില്ല, സിമ്പിൾ ലാംഗ്വേജ് ഞാൻ പറയും. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാടുന്ന പാട്ടുകളും ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സ്വയം വിഡ്ഢികളാവരുത്. ഈ പ്രത്യേകിച്ച് ഈ പാസ്റ്റർമാരിൽ ഒരു 90% ആളുകൾക്കും വിവരമില്ല. സത്യമായിട്ടും പറയാം, വിവരം എന്നൊരു സാധനം ഇവന്മാർക്കില്ല. ഇവന്മാര് പുസ്തകം എടുക്കും, സങ്കീർത്തന വായന, പിശാച്, പോരാട്ടം, ബന്ധനം, കെട്ട്, പൊട്ട്. ഈ കെട്ട്, പൊട്ട്, ബന്ധനമുണ്ട്, സാത്താനുണ്ടെന്ന് പറയുന്ന ഈ എല്ലാവനായാലും അതിനി എത്ര കോട്ടിട്ടവനായിട്ടും സ്യൂട്ട് ഇട്ടവനായാലും അവന് തലയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഒരു ദൈവഭയത്തിന്റെ അടുക്ക പറയും അവന് പോരാട്ടമുണ്ട്. അവന് എത്ര വലിയ സീനിയർ പാസ്റ്റർ ആയാലും 1000 1 ലക്ഷം സഭയുടെ വിശ്വാസിയുടെ സഭയുടെ പാസ്റ്റർ ആയാലും അയാൾ വിഡ്ഢിയാണ്, പൊട്ടത്തരാ പറയുന്നത്. എടാ, ഈ ഇരുളിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ആക്കി വെച്ചിട്ടും പറയുന്നത് നീ പോരാട്ടത്തിലാണ്, ബന്ധനത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാക്യം എടുത്തേക്ക് FSC ലേഖനം. കാരണം FSC ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന ആ പ്രിൻസിപ്പാലിറ്റീസും പവേഴ്സും റൂളേഴ്സ് എന്താണെന്ന് ഇതുവരെ കക്ഷികൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിന്റെ എല്ലാം തലയാണ് ക്രിസ്തു എന്ന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ നേതാവ് ക്രിസ്തുവാണ്. അപ്പൊ വാഴ്ചയുടെ അധികാരവും പോരാട്ടവും എല്ലാം സാത്താനാണെങ്കിൽ ആ സാത്താന്റെ നേതാവ് ക്രിസ്തുവാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതി. അപ്പൊ ഇതിനെന്താണോ ഒരു പിടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ണി കണ്ട എല്ലാം ഒന്ന് ശാസിക്കുക, പൽസിച്ചങ്ങ് അങ്ങനെ ഒരു അലവലായത്തരമാണ്. ഒരു മന്ത്രവാദ വീട്ടിലിരിക്കുന്നതിന്റെ കൂട്ടായി ഈ പള്ളിക്കകത്ത് പോയിരിക്കുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത് ഈ ഇങ്ങനെയുള്ള പള്ളിയിൽ പോകരുത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതിനൊക്കെ നല്ലത് പോയി വല്ല ബീച്ച് ഉണ്ടെങ്കിൽ അവിടെ പോയി കടല കാണാൻ കുറിച്ച് യേശുവെ സ്തോത്രം പറഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അല്ല, നിങ്ങൾ ഇതിനകത്ത് ഇരുന്നിരുന്നാൽ നിങ്ങൾ മാനസിക രോഗികളായിട്ട് പോകും. അല്ലെങ്കിൽ സത്യം സംസാരിക്കുന്ന സഭകൾ ഉണ്ടാകണം. പോട്ടെ, ഞാൻ തിരിച്ചു വരിക. അപ്പം കാന്തനാണ് ഞാൻ, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ഇങ്ങനെ കുറേ കാര്യം. അപ്പൊ ബൈബിള് വാക്യങ്ങളുണ്ട് കേട്ടോ. കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയെ വിവാഹ നിശ്ചയം ചെയ്യുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ അലിഗോറിക്കലി സംസാരിക്കുക. അതിന്റെ ഓരോ വാക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ട്രൂ മീനിങ് മനസ്സിലാകാതെ. അതിനകത്ത് സിമ്പിളായിട്ട് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ക്രൈസ്റ്റ് എന്ന ആ ആളുമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ബന്ധം. അവിടെ ആ കൊരിന്ത്യരോടുള്ള അർത്ഥത്തിൽ അതാ മനസ്സിലാക്കേണ്ടത്. ക്രൈസ്റ്റ് എന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ആളുമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ്. ജസ്റ്റ് ലൈക്ക് എ വെർജിൻ, യു ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് എനിത്തിങ് ഇൻ ദ വേൾഡ്. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. ഈ ഒന്നാമത്തെ ഉടമ്പടി ഇസ്രായേലുമായിട്ട് ചെയ്തു. ഇസ്രായേല് ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു. യഹൂദയും പരസംഗം ചെയ്തു. പക്ഷെ യഹൂദ ഉപേക്ഷിക്കാൻ മനസ്സില്ല. കാരണം യഹൂദയിലൂടെ ദൈവത്തിന്റെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അവൾ തെറ്റ് ചെയ്തിട്ട് അവളെ വീണ്ടും മടക്കി കൊണ്ടുവന്നു, ക്ഷമിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹോശേയ പ്രവചനം വന്നപ്പോൾ ഹോശേയ പ്രവാചകനെ ഇസ്രായേൽ ഗൃഹത്തിന് നടുവിലേക്ക് അയച്ചിട്ട് അവരോട് പറഞ്ഞു. നമ്മളത് ഹോശേയ പ്രവചനം വായിക്കുമ്പോൾ
1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ഹോശയോട് പറഞ്ഞു, നീ പോയൊരു വേശ്യാസ്ത്രീ വിവാഹം കഴിക്കാം, പരസംഗത്ത് ജീവിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. കഴിച്ചിട്ട് അവർക്ക് 3 പുത്രന്മാർ ഉണ്ടാവുന്നുണ്ട്. ആ 3 പുത്രന്മാര്, 1-ാമത്തെ പുത്രന്റെ പേര് ജസ്രീൽ എന്നാണ്. ജസ്രീൽ ദൈവം വിതയ്ക്കുമെന്നാണ്. രണ്ടാമത്തെ ഒരു മകൾ എനിക്ക്, അവൾക്ക് ലൊരുഹമ എന്ന് പേരിടും. ലൊരുഹമ മീൻസ് കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കുന്നു. 3-മതൊരു മകൻ ജനിക്കുന്നു. ആ മകനെ ലോ അമ്മി എന്ന് പേർ വിളിക്കുന്നു, എന്റെ ജനമല്ല. അവ കരുണ ലഭിക്കാത്തവർ എന്നും എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കുന്നു. ആദ്യത്തെ മകന്റെ പേര് ജസ്രീൽ എന്ന. ജസ്രീൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വിതയ്ക്കുമെന്ന്. അതായത് ഇതിനകത്തൊരു ദൈവത്തിന്റെ ഒരു പോസിറ്റീവ് പ്രോഗ്രാം ഉണ്ട്, ഒരു നെഗറ്റീവ് ജഡ്ജ്മെന്റൽ പ്രോഗ്രാം ഉണ്ട്. ഇവർ പാപം ചെയ്തുകൊണ്ട് ദൈവം അവരോട് പ്രോഫസി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ഞാൻ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് വിതയ്ക്കാൻ പോകും. അതാണ് ആദ്യത്തെ. വിതയ്ക്കാൻ പോകുന്നവർ നിങ്ങളെ ചെതറിക്കാൻ പോകും, നിങ്ങളെ ഞാൻ വിതയ്ക്കാൻ പോകും. 2, നിങ്ങൾ എൻ്റെ ജനമല്ലാതായി മാറാൻ പോകുന്നു, നിങ്ങളോട് ഞാൻ കരുണ കാണിക്കത്തില്ല. ഇസ്രായേൽ ഗ്രഹത്തിന് ദൈവം കൊടുത്ത വാണിംഗ് ആണ്. ഇത് കഴിഞ്ഞ ശേഷമാണ് അസീറിയ വരുന്നു, 10 ഗോത്രങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, അവരെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് ചെതറിക്കുന്നു. അതിന് പകരമായിട്ട് ശമരിയയിൽ കൊണ്ടുവന്നിട്ട്, ശമരിയയിലെ ആളുകളെല്ലാം ഇവിടുന്ന് നാട് കടത്തി ശമരിയയിൽ കൊണ്ടുവന്ന് 5 പ്രധാനപ്പെട്ട ജാതികളെ അവിടെ പാർപ്പിക്കുന്നു. 5 ദേവന്മാര് ശമരിയയിൽ പ്രബലരാകുന്നു. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ 5 ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ശമരിയയിൽ കൊണ്ടുവന്ന് അസീറിയ സ്ഥാപിച്ച 5 ദേവന്മാർ. അല്ലാതെ ശമരിയ സ്ത്രീയോട് വേശ്യ സ്ത്രീയാന്നൊക്കെയാണ് നമ്മൾ, ഒന്നുമല്ല. അവര് 5 ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് നിന്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ അവൾ ഉടനെ ആരാധനയിലേക്ക് തിരിഞ്ഞെന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് മാറ്റിയതല്ല, അവൾ സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു, നിങ്ങൾ അവിടെ ആ മലയിൽ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സബ്ജക്റ്റ് മാറ്റിയതല്ല, സബ്ജക്റ്റിന്റെ തനി അർത്ഥത്തിലേക്ക് അവള് കണ്ടിന്യൂ ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സ്ത്രീ ബാലിലേക്ക് പോയി പരിസംഗം ചെയ്ത് യഹോവ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുത്തു എന്ന് ജെരമ്യാ 3:8 നമ്മൾ വായിച്ചു. അങ്ങനെ ഇവര് അങ്ങ് പോവുകയാണ്, നശിക്കുക. പിന്നെ ദൈവം ഇവരെ രക്ഷിക്കാൻ വേണ്ടി യഹോവ തന്നെ വേഷത്തിൽ മനുഷ്യനായിട്ട് വരിക, യാഹ്വേ ഇൻ ഫ്ലഷ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയായ ദൈവം തന്നെ മനുഷ്യവേഷം എടുത്ത് ലോകത്തിലേക്ക് വരും. അപ്പം ട്രിനിറ്റി ഇവിടെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, അതെന്താണെന്ന് നമുക്ക് വേണേൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. യഹോവ തന്നെയാണ് വന്ന് മനുഷ്യവേഷത്തിൽ, യാഹ്ശുവ, യഹോവ രക്ഷിക്കുന്നു എന്ന പേരിൽ ഒരു മനുഷ്യാവതാരം എടുത്തു വരും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ടും കർത്താവായിട്ടും യഹൂദൻ, ഏകസത്യ ദൈവമായ യഹോവയെ ആരാധിക്കുന്നവർക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയാൻ മടിയില്ലാത്തതിന്റെ കാരണം അവർക്കറിയാം അവരുടെ ദൈവം മനുഷ്യവേഷത്തിൽ വന്നിരിക്കുകയാണ്. യോഹന്നാൻ അത് എഴുതി, പൗലോസ് അത് സ്ഥിരീകരിച്ചു. ഇതൊക്കെ നമുക്ക് തിരുവെഴുത്തുകളിൽ വായിപ്പാൻ കഴിയും. അപ്പം വീണ്ടും അവരെ കൊണ്ടുവന്നിട്ട് കാണാതെ പോയ ഇസ്രായേലിന്റെ ആടുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ തേടി 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വലയിട്ട് ആളുകളെ പിടിക്കാൻ വേണ്ടി ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് അയക്കാൻ പോകാൻ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ആ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഇവരെ മീൻ പിടുത്തക്കാരായ അപ്പോസ്തലന്മാരെ അയക്കും. നമ്മൾ ജെരമ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഞാൻ മീൻപിടുത്തക്കാരെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവർ വന്ന് നിങ്ങളെ മീൻ പിടിക്കും, വലയിട്ട് പിടിക്കും. ശേഷം ഞാൻ നായാട്ടുകാരെ വിളിക്കുന്നുണ്ട്, നായാട്ടുകാരെ അയക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ട്രൂത്ത് എന്ന് പറയുന്നത്, സുവിശേഷ നിമിത്തം അപ്പോസ്തലന്മാരെ നിങ്ങളെ പിടിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയക്കും, മനസാന്തരത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും. അനുസരിക്കാത്തവരെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന് വേണ്ടി കൊന്നുകളയുവാനെ നായാട്ടുകാരൊന്നും വന്ന് പിടിക്കത്തില്ല, അവർ നായാടത്തേ ഉള്ളൂ, അറ്റാക്ക് ചെയ്ത് കൊല്ലത്തേ ഉള്ളൂ. അപ്പൊ ജഡ്ജ്മെന്റിനായിട്ട് ആളുകളെ അയക്കണം. ഇത് ഇച്ചിരി ഞാൻ ഒത്തിരി പെട്ടെന്ന് അങ്ങ് പറയാം. അപ്പൊ അങ്ങനെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ഈ 12 അപ്പോസ്തലന്മാരെ അയക്കുന്നത്.
പൗലോസിനെ മാത്രമാണ് മറ്റ് ജാതികൾക്ക് വേണ്ടിയും കൂടെ ഈ ബൈബിളിലെ ജാതികൾ എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ യഹൂദന്മാരിൽ ചിതറിപ്പോയവരെ കുറിച്ച്, എന്നാൽ ഒരുപാട് ഭാഗങ്ങളിൽ മറ്റ് ഇതര നേഷൻസിനെ കുറിച്ചും കൃത്യമായി സംസാരിക്കുന്നു. ഇത് രണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്തുകൂടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയും കൂടെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ മുഴുവൻ പറഞ്ഞേക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് എന്ന്. അങ്ങനല്ല. പഴയ നിയമത്തിലും അത്യുന്നതനായ ദൈവത്തിന് ഈ ഗോയിംസ് എന്ന് പറയും. ഗോയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻസിനോട് വലിയ സ്നേഹമായിരുന്നു, ദൈവത്തിന് കരുതലുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാനത് സംസാരിക്കാം. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു വന്ന് പഴയൊരു ഉടമ്പടി നിൽക്കുകയാണ്. ആ പഴയ ഉടമ്പടി ന്യായപ്രമാണത്തിന്റെ ഉടമ്പടി. ആ ന്യായപ്രമാണത്തിന്റെ ഉടമ്പടിയിൽ ആണ് ഭർതൃന്യായ പ്രമാണം. ഭർതൃന്യായ പ്രമാണത്തിന് നീക്കം വരണമെങ്കിൽ കർത്താവ് മരിക്കണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശി മരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെ ഭർതൃന്യായ പ്രമാണത്തിന് സ്വതന്ത്രയാക്കും. ഭർതൃന്യായ പ്രമാണം നമ്മളെ സ്വതന്ത്രയാക്കാനായി ഭർത്താവ് മരിക്കുന്നു. ആ മരണത്തോടെ ആ നിയമം ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കുരിശു മരണത്തോടെ ആ ന്യായപ്രമാണം ക്യാൻസലാകും. ക്യാൻസലായ ശേഷം കർത്താവ് പിന്നെ മൂന്നാമത്തെ നാളിൽ ഉയർത്തെഴുന്നേക്കും. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു പുതിയ ആളായിട്ട് താൻ വരിക. അതുകൊണ്ട് ആ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ മറ്റൊരുത്തനായി തീരേണ്ടത്. മറ്റൊരുത്തെന്ന് പറയുമ്പോൾ അടക്കപ്പെട്ട ഒരാളും ഉയർത്തെഴുന്നേറ്റ് വേറൊരാളും എന്നല്ല. അപ്പൊ ഭർത്താവാണ് മരിച്ചത്. ഭർത്താവായി മരിച്ച് മൂന്നാം നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ആളായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഈ പുതിയ ആളിന് ഭാര്യയായി മാറാൻ വേണ്ടി ഈ 12 ഗോത്രങ്ങളെയും ദൈവം നമ്മള് അപ്പോസ്തലന്മാരെ അയച്ച് ഒരുമിപ്പിച്ച് ഗ്യാദർ ചെയ്യുന്നു, പുതു നിയമം ആരംഭിക്കും. അതുകൊണ്ട് ജെറമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ഒരു പുതിയ ഉടമ്പടി ചെയ്യും. ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് പണ്ട് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന കാലത്ത് ചെയ്ത ഉടമ്പടി പോലെ അല്ല എന്ന് പറഞ്ഞ് വിശേഷമേറിയ ഒരു ഉടമ്പടിയുമായി പുതിയ നിയമം അവതരിക്കപ്പെടുക. അത് ഇസ്രായേൽ ഗൃഹത്തോട് യഹൂദ ഗൃഹത്തോട് നമ്മളോടല്ല കേട്ടോ, ഇന്ത്യക്കാരോടല്ല. ഈ ബൈബിളിലുള്ളതെല്ലാം നമ്മുടേതാണെന്ന് വെച്ചോണ്ട് യഹൂദന്റെ ഷൂ ഇട്ടും അവന്റെ കോട്ടിട്ടും തലയിൽ തൊപ്പിയിട്ടും നടക്കരുത്. മഹാബോറ, പിച്ചക്കാരനാന്ന് പറയും ഇപ്പം. കാരണം അവന്റെ പണ്ടത്തെ തൊപ്പിയാണ്. ഇപ്പോഴത്തെ തൊപ്പിയിട്ട ഇച്ചിരി രാജകീയം. നമുക്ക് നമ്മുടെ ഒരു വേഷമുണ്ട്, ആദ്യം മനസ്സിലാക്കാൻ. അത് ആദ്യം മനസ്സിലാക്കി. അപ്പം ചർച്ചിന് എന്താണ് പൊസിഷൻ, എന്താണ് ഇന്ന് വരെ പഠിപ്പിക്കുന്നത് ഞാൻ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ചർച്ചിന്റെ പൊസിഷൻ എന്താണ്? യഹൂദന്റെ സ്റ്റെപ്പിൽ കയറി നിൽക്കുക, യഹൂദന്റെ ഷൂസിലാണ് നമ്മൾ നിൽക്കുന്നത്. യഹൂദന്റെ ഷൂസിൽ നിൽക്കണ്ട, യഹൂദന്റെ ആ തായ്വേര് നമ്മുടെ ബാക്കിൽ നിന്നാൽ മതി. കാരണം ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്, ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ന്യൂ ഇസ്രായേലാണ്, പുതിയ ഇസ്രായേൽ ആരംഭിക്കുക. ആ ഇസ്രായേലിൽ പഴയ കാലഘട്ടത്തിലെ അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് ജനത്തിലെ ജഡപ്രകാരം ജനിച്ച ഇസ്രായേലിന്റെ സന്തതികളും അതിലൊരു ശേഷിപ്പും ദൈവം മറ്റ് നേഷൻസിൽ നിന്നുള്ള എല്ലാവരും കൂടെ, ആരെല്ലാം ക്രിസ്തുവിൽ വന്നു വസിക്കുന്നുവോ വിശ്വസിക്കുന്നു, അവർക്കെല്ലാവരും ഈ പുതിയ ഇസ്രായേലിന്റെ ഭാഗമായി മാറുകയാണ്. സുവിശേഷ തലം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ 12 ഗോത്രങ്ങളെ, അതാണ് ഈ നമ്മൾ ബൈബിളിൽ പറയുന്ന ആദ്യത്തെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേര് വെച്ച്. അപ്പൊ നിങ്ങൾ എല്ലാ ഗോത്രങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. 12,000 എന്നൊക്കെ പറയും ഗവൺമെന്റിലാണ്. അവരുടെ ഈ 12 എന്ന സംഖ്യ എപ്പോഴും ഗവൺമെന്റ്, ദൈവത്തിന്റെ ഒരു ലോ ഉണ്ട്, ആ ഒരു ജുഡീഷ്യൽ ലോയുടെ ബേസിലാണ്. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരേ തുല്യമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവരെയും തുല്യ പരിഗണന കൊടുത്തു എന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് ദൈവം പറയുന്നത് അവരെ ആദ്യ ഫലമായി, മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ആദ്യ ഫലമായിട്ട് ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊക്കെ ഭാവിയിൽ എവിടെയോ ഇനി ഇസ്രായേലിൽ പോയിട്ട് 12 ഗോത്രങ്ങളിൽ ഇതുപോലെ എല്ലാം 144,000 പേര് രക്ഷിക്കപ്പെടും എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ഇതിനി ഈ 12 ഗോത്രത്തെ തപ്പിപ്പിടിക്കാൻ തന്നെ യഹോവയ്ക്ക് പോലും കഴിയത്തില്ല. കാരണം ഇപ്പം 12 ഗോത്രം ഇല്ല. ഇത് 1-ാമത്തെ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ്. വെളിപ്പാട് പുസ്തകമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച. പക്ഷെ എന്ത് പറ്റുന്നറിയാമോ? ഇതൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബൈബിള് കാര്യഗൗരവമായിട്ടാണ് വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്ത് പ്രസംഗിക്കും സഭയോട്? പ്രസംഗിക്കാനൊന്നുമില്ല. കാരണം സഭയോട് പ്രസംഗിക്കാൻ ഒറ്റ മെസ്സേജേ ഉള്ളൂ, നീ ദൈവത്തിന്റെ പുത്രനാണ്. അത്രേ ഉള്ളൂ. ബാക്കി മുഴുവൻ സംഭവങ്ങളും ഈ ജൂയുമായിട്ടും മറ്റ് ട്രാൻസിഷൻ ടൈമുമായിട്ട് പല നിലയിൽ കിടക്കും. ഈ പണ്ടൊരു മർമാണി
ഭാര്യയെ തല്ലാൻ പറ്റാതെ നിന്ന പോലെ. ഭാര്യയ്ക്ക് 2 തല്ല് കൊടുക്കണം എന്ന് പറഞ്ഞ് ദേഷ്യം നിന്നപ്പോൾ കാണാം പുള്ളിക്ക് മനസ്സിലായി പറ്റത്തില്ല, എവിടെ തൊട്ടാലും മർമ്മം. ഇതേ അവസ്ഥ ഇപ്പം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ എടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ജൂവിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമ്മള് സഭ എന്താ, ദൈവപുത്രന്മാരെന്താ, ദൈവരാജ്യം എന്താ, അത് കണ്ടുപിടിക്കണം. ഇനിയും പുതിയ റിസർച്ച് തുടങ്ങണം. ഇന്ന് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാം കാലഹരണപ്പെട്ടതിന്റെ പുതിയ വേർഷൻസാ. ഒന്നിനും ഒരു കഥയില്ല. അതുകൊണ്ടാണ് ഇതിന് പവർ ഇല്ലാത്തത്. ഇന്നത്തെ സുവിശേഷത്തിന് വല്ല പവറുണ്ടോ? സുവിശേഷം അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഈ സുവിശേഷം അറിയാത്തതുകൊണ്ടാണ് ലഹരി വിമുക്ത കോപ്രായത്തിന് വേണ്ടി പോയത്. ലഹരി വിമുക്ത നീ മാത്രമല്ല ലഹരി വിമുക്ത നടത്തുന്നത്, ലോകത്തിലെ എല്ലാ മനുഷ്യരും നടത്തും. അത് അവര് പറഞ്ഞറിയോ, അത് ലഹരി വിമുക്തതയിലൂടെ നമുക്ക് സുവിശേഷം പറയാം എന്ന് പറഞ്ഞാൽ നേരിട്ട് സുവിശേഷം പറഞ്ഞാൽ എന്താ കുഴപ്പം? നേരിട്ട് പറയാനുള്ള സുവിശേഷം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. അതാ പ്രശ്നം. നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ പണ്ട് യഹൂദന്റെ തലക്കിട്ട് കൊടുക്കാൻ വേണ്ടി കിട്ടിയ സുവിശേഷമാണ്, യഹൂദന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? ഇന്ന് ആ സുവിശേഷം, നമ്മുടെ സുവിശേഷം പവർഫുൾ അല്ല. എന്തുകൊണ്ടാണ്? പണ്ട് പ്രസംഗിക്കാൻ കൊടുത്ത സുവിശേഷം. ഇന്നത്തെ സുവിശേഷം വേറൊന്ന്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഒരുത്തം കണ്ടുപിടിച്ചോണ്ട് വന്നാൽ പറയാം ഭയങ്കര ദുരുപദേശമാണെന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പം ഈ കണ്ടുപിടുത്തമൊക്കെ നിർത്തി. ഞാൻ ഇവന്മാരുടെ കൂടെ അങ്ങ് ചേരാമെന്ന് വിചാരിച്ചു. എന്തെന്നറിയാമോ? ചുമ്മാ ബന്ധനമാണ്, പോരാട്ടമാണ്, തലയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കുക. അങ്ങനെ അങ്ങ് പോയാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം എന്തറിയാമോ, ജീവിതത്തിൽ നമ്മൾ ഒരർത്ഥമില്ല, സത്യങ്ങൾക്ക് ഒരർത്ഥമില്ല. വലിയ പണ്ഡിതന്മാരിന്ന് പറയുന്ന വിഡിതനങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞ വിഷമം തോന്നും കേട്ടോ. പോട്ടെ. അപ്പം ലോകത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആദ്യമായി തെരഞ്ഞെടുത്തിരിക്കുന്ന 12 ഗോത്രങ്ങൾ, അത് വെളിപ്പാട് പുസ്തകത്തിൽ 7-ലൊക്കെ നമ്മൾ 14-ലൊക്കെ കാണും. ആ വരെയാണ് വെടിയാൻ പോകുക. കർത്താവ് ആ വെടി എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി, യഹൂദഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും. ഹോശേയ പ്രവചനത്തിൽ കർത്താവ് വേറൊരു കാര്യം കൂടെ പറയും. ഞാൻ അത് നിങ്ങളെ ഒന്ന് വായിച്ചേപ്പിക്കും. അത് യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായി എന്ന് പറഞ്ഞാൽ ഒരേ തലവൻ ആരാ? ക്രിസ്തു. ഇത് നമ്മളെ എസെക്കിയേൽ 37 പറയുന്നുണ്ട്. 2 കോലുകളെ ഒന്നാക്കിയ ശേഷം ജോസഫിന്റെ കോലും, അതായത് ജോസഫിന്റെ കോലും യഹൂദയുടെ കോലും ഒരു കോലാക്കി ദാവീദ് അവരെ മേയിക്കും. അവർക്ക് ഒരാലയം ഉണ്ടാകും. ദൈവസഭയെക്കുറിച്ച്, ന്യൂ ടെസ്റ്റമെന്റ് പുതിയ സഭയെക്കുറിച്ച്, യേശുക്രിസ്തു എന്ന ദാവീദിനെ കുറിച്ച് ഒരു കോലാക്കി ഇവരെ മാറ്റുന്നതിനെ കുറിച്ച് എസെക്കിയേൽ 37 വായിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ദൈവം പറയുകയാണ് ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ഒരു തലവന്റെ മീതെ വരും. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നു 10-ാം വാക്യം, എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റിന്റെ ടേൺ. പഴയ നിയമത്തിൽ അവർ ദൈവത്തിന്റെ ജനമായിരുന്നു. ദൈവത്തെ വിട്ടുപോയപ്പോൾ ദൈവം അവരോട് അവരെന്തായി? ദൈവത്തിന്റെ ജനമല്ല, ലോ അമ്മി എന്ന് പേരിട്ടു, കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിട്ടു. ലോകത്തിന്റെ എല്ലായിടങ്ങളിലും അവരെ വിതച്ചു. സുവിശേഷത്താൽ, യേശുക്രിസ്തുവിനാൽ അവരെ തിരികെ കൊണ്ടുവരുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഇനി അവര് എന്റെ ജനമല്ല എന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവരുടെ പൊസിഷൻ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ന്യൂ ടെസ്റ്റമെന്റിന്റെ കാതലായ സത്യം, പുത്രന്മാർ. അപ്പൊ വെഡിങ് ആരോടാ നടത്തിയത്? എവിടെയാ കല്യാണം നടന്നത്? ഇത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തലേ കയറൂല. ഇവിടുത്തെ ഉപദേശിമാരുടെ തലേ കയറത്തില്ല. കാരണം അവരുടെ വരുമാനം മാർഗാണ്. ഈ കുഞ്ഞാടിന്റെ കല്യാണം നടന്നത് ആ കല്യാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ പട്ടണം ചുട്ടത്. ഇത് വളരെ വ്യക്തമായിട്ട് യേശു ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. വരാത്തത് നിമിത്തം കോപിച്ച രാജാവ് സൈന്യങ്ങളെ അയച്ച് അവരുടെ പട്ടണത്തെ ചുട്ടുകളഞ്ഞു. അപ്പൊ യെരൂശലേം ചുട്ടുകളഞ്ഞത് കല്യാണം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. കല്യാണം മാറ്റി വെച്ചിട്ടില്ല. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പൊ AD 70 യെരൂശലേം ദേവാലയം നശിച്ചതിന്റെ അന്ന് മാരേജ് നടന്നു. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, കാന്തം വരുന്നു നമ്മളെ കല്യാണം വേളി നടത്താൻ. എന്നിട്ട് ഒരാൾ ഒരു പാട്ട് എഴുതിയായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്, എന്തുവാ
മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. ആ ഫസ്റ്റ് നൈറ്റും കൂടെ നടക്കും അവിടെ. ഇവരൊക്കെ എന്ത് ബൈബിളവൻ ഇവന്റെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങിക്കും. ഞാൻ ഇത് രോഷത്തോടെ സംസാരിക്കാൻ അറിയാമോ? നമുക്ക് മാന്യമായ വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. ആ വിവരമുള്ള ആൾ ഇതിനകത്ത് വന്ന് കയറുമ്പം ഈ വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കണം, എന്നിട്ട് പ്രസംഗിക്കണം. ഒരാളോട് ചോദിച്ചാൽ പറയാം, ആ നീ മിണ്ടാവിടെ. അതാണ് ഈ പഴയകാല ബന്ധക്കോസിലെ അപ്പൂപ്പന്മാരുടെ പ്രത്യേകത. വല്ല ചോദ്യം ചോദിച്ചാൽ പറയാം, നീ അടങ്ങിയേരി, എഴുതോ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ നിനക്ക് അധികാരമല്ല. കാരണം പുള്ളിയാണ് അവിടുത്തെ നേതാവ്. അടിമ ഉടമയാണല്ലോ. ഇതൊന്നും ഇപ്പൊ നടക്കത്തില്ല. ചോദ്യങ്ങൾ ചോദിക്കണം. ചെറുപ്പക്കാർ എഴുന്നേറ്റ് ചോദ്യങ്ങൾ ചോദിക്കണം. ഏത് മണവാട്ടിയാന്ന് ചോദിക്കും. അപ്പൊ ഞാനിത് ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, മര്യാദയ്ക്ക് ഇവരോട് സംസാരിച്ച കാര്യം നടക്കത്തില്ല. മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഇവന്മാര് മൈൻഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അതിനെ ഞാൻ മനസ്സിലായി, സത്യത്തിന് വില കൊടുക്കാത്ത ജനതയാണ് ഇവര്. സത്യത്തിന് വില കൊടുക്കാത്ത ഏക ജനത ഇന്നത്തെ ക്രിസ്ത്യാനികളാണ്. അവർക്ക് കുറച്ച് പഴയ അഴിയ പാരമ്പര്യം. പെന്തക്കോസ്തിനുണ്ട് ഒരു ഞണുക്ക് പാരമ്പര്യം, ഒരു വൃത്തികെട്ട പാരമ്പര്യം. എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പിതാക്കന്മാരുടെ ഉപദേശം. നിങ്ങളുടെ പിതാക്കന്മാരൊന്നും ഒരു ഉപദേശം പറഞ്ഞില്ല. നിങ്ങളുടെ പിതാക്കന്മാരെ മുഴുവൻ എന്തോ തട്ടിക്കൂട്ട് പരിപാടിയെ പറഞ്ഞിട്ട് ഒരു ഉപദേശം അവർ പറഞ്ഞിട്ടില്ല. അവർ ഉപദേശം പറഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഓതി പിള്ള കിറിഞ്ചി ഇരിക്കത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായ ഉപദേശമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ സഭ അതിന്റെ മഹത്വത്തിൽ നിന്നേനെ. പക്ഷെ ഇറ്റ്സ് നോട്ട് ഹാപ്പൻഡ്. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ ആദിമസഭ അല്ലെങ്കിൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ AD 70 വരെയുള്ള ചർച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയായിട്ട് വളർന്നു വരുമായിരുന്നു. ഈ ബ്രൈഡ് എപ്പോഴും ശ്രദ്ധിക്കണം, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് വന്നിറങ്ങുക. അതായത് ഈ ക്രിസ്തുവും അവന്റെ ശരീരവും കൂടെ ഒന്ന്. അതായത് അതാണ് ആദമിനെ ഹവ്വയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അവർ ഇനി രണ്ട് ദേഹമല്ല, ഒരു ദേഹം. എത്രയാ ഒരു ദേഹമാകണമെങ്കിൽ? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാണോ? അതേ. എപ്പോഴാണ് യേശുവിന്റെ ശരീരമായത്? അല്ല, ഈ ശരീരം യേശുവിൻ്റെതായപ്പോഴാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലായത് ആത്മസ്നാനത്താൽ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ ശരീരത്തിലേക്ക് മേഴ്സ് ചെയ്തു. അതാണ് ആത്മസ്നാനം. ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് അന്യഭാഷാ ഭാഷണത്തോട് അതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ഇവരെ തട്ടിക്കൂട്ടാം. ഇതൊന്നും ബൈബിളിലൊന്നുമല്ല. ഇവരെ നിലനിൽക്കാൻ വേണ്ടി ഞാൻ പറയാം, പെന്റക്കോസ്റ്റൽ സമൂഹം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ഥാനം ഉണ്ടാവും. അന്യഭാഷ അടയാളത്തോടു കൂടി ആത്മസ്നാനം, അത് ബൈബിളിൽ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ കത്തോലിക്കനും മറിയയും ജോസഫും പുണ്യാളന്മാരും ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായാലേ കത്തോലിക്ക സഭ നീക്കത്തും. അപ്പൊ ഓരോ സഭകൾക്ക് നിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ നിയമമുണ്ട്. ഇത് ബൈബിളിന്റെ ഉപദേശമല്ല. ബൈബിളിൽ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ഒരേ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവനെ പരിശുദ്ധ റൂഹ കൊണ്ടുവന്ന ബോഡിയിലേക്ക് മേഴ്സ്. ആ ബോഡിയിലേക്ക് മേഴ്സ് ചെയ്യുന്നതിന്റെ പേരാണ് ആത്മസ്നാനം. അപ്പൊ ചില പറയുന്നു അങ്ങനല്ലല്ലോ, അത് എഫെസോസിൽ. അതെല്ലാത്തിനും മറുപടി ഉണ്ട്. അതൊന്നും ചുമ്മാതെ വെറുതെ കാടടച്ച് വെടിവെക്കൊന്നുമല്ല. കൃത്യമായ ബോധ്യമുണ്ട്, കൃത്യമായ അറിവുണ്ട്. അത് ചോദിക്കുന്നവർക്ക് അപ്പം മറുപടി കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിസ്തുവിന്റെ സഭ ശരീരമായി യേശുവിന്റെ ശരീരം ഇങ്ങനെ വളർന്നു വരുന്നു. അതാണ് നമ്മൾ എഫെസ്യലേന്തി വായിക്കുന്നത്. വളർന്നു വരുന്നു, തലയോളം വളർത്താനായിട്ടാണ്. തലവരെ വളർത്തുന്നതിന് തലയ്ക്ക് വന്നിറങ്ങാൻ. അപ്പൊ ക്രിസ്തുവിന്റെ സഭ കംപ്ലീറ്റ് ആയി. അതാദ്യം മനസ്സിലാക്കണം. അതിന്റെ പരിപൂർണതയിലെത്തി. അത് അപ്പോസ്തലന്മാരെ കൂടെ ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ ആളുകൾ, ഇപ്പൊ നമ്മുടെ ആൾ പറഞ്ഞു, എപ്പോൾ സഭ അതിന്റെ കർത്താവ് ഒരിക്കലും ബലഹീന സഭയെ ചേർക്കാനല്ല വരുന്നത്, ദൈവം അതിന്റെ പൂർണ്ണ സഭയെ ചേർക്കാനല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എല്ലാം 35,000 45,000 അങ്ങോട്ട് സംഘടനയാണ്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു സംഘടനയാണ്. നമ്മുടെ തങ്ങളുടെ കുഞ്ഞാണ്, ചെറിയൊരു, വലിയ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത. അതിനകത്ത് നമുക്ക് ഇരിക്കട്ടെന്നേ, ഇപ്പൊ ജീവിക്കാൻ വേണ്ടേ. ഇപ്പൊ എന്നെ ചെയ്യാൻ പറ്റും? 65,000 സംഘടനക്കാരെല്ലാം കൂടെ പറയാം സഭ ഏത് സഭ പൂർണ്ണമാവാൻ? ഒരൊറ്റ ചർച്ചയെ പൂർണ്ണമാവാൻ പറ്റത്തുള്ളൂ. അത് ആദ്യ നൂറ്റാണ്ടിലെ ചർച്ച. ഒരു നൂറ്റാണ്ട് കൊണ്ട് അത് ചെയ്തു. ഒരു തലമുറ കൊണ്ട് അത് ചെയ്തു. അവരെ ക്രൈസ്റ്റ് വെഡ് ചെയ്തു. ആ ചർച്ച ആയിരുന്നു. ആ ട്രാൻസിഷൻ പീരീഡിലുള്ള സഭയാണ് മണവാട്ടി സഭ. ഈ മണവാട്ടി സഭ യേശു ക്രിസ്തുവുമായിട്ട് ജോയിൻ ആയ ശേഷം, കൺസ്യൂമേഷൻ നടന്ന ശേഷം നമ്മൾ കാണുന്നത് പുത്തൻ യെരൂശലേമായിട്ടാണ്.
കർത്താവിന്റെ കാന്തയെ കാട്ടിത്താ എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഒരു വലിയ ഉയർന്ന മലയിലേക്ക് ആത്മാവിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ നിന്ന് മണവാളന് വേണ്ടി അലങ്കരിച്ചൊരുക്കിയ മണവാട്ടി സഭ വരുന്ന കണ്ട് നോക്കിയപ്പോൾ കാണാം വലിയൊരു ചതുരപ്പെട്ടി വരികയാണ്. ക്രിസ്തുവിന്റെ കാന്ത ചതുരപ്പെട്ടിയായി. വരേണ്ടതാണെങ്കിൽ തലയിൽ ഒരു ഷോളൊക്കെ ഇട്ട് സുന്ദരി ഇങ്ങനെ വരേണ്ടതല്ല, പക്ഷെ തന്നരിയല്ല വന്നേക്കുന്നത്, ഒരു വലിയ ഗോൾഡൻ സിറ്റി ഇറങ്ങിയായി. സത്യത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം? ദ ബ്രൈഡ് ബിക്കേം ദ സിറ്റി. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് നമ്മള് ബൈബിളിന്റെ വലിയ ബേസിക് ആയിട്ടുള്ള ട്രൂത്ത് ആയത്. അതായത് മണവാട്ടി എന്തായി മാറി? വെഡിങ് നടന്ന ശേഷം അത് സിറ്റിയായി. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം, ഈ പുത്തൻ യെരൂശലേമും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താ? ഗലാത്യ സഭ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആളുകളുണ്ട്, പോസ്റ്റ്ലൈസ് ഉണ്ട്, അതായത് യഹൂദ മതാനുസാരികളുണ്ട്, അവർ യേശുവിനെ അറിഞ്ഞവരുണ്ട്. ജാതികളിൽപ്പെട്ട് യഹൂദന്മാർക്ക് ബന്ധമില്ലാത്ത ആളുകൾ യേശുവിനെ വിശ്വസിച്ച സഭയ്ക്കകത്ത്. ഈ രണ്ട് വിഭാഗക്കാരോടും പൗലോസ് വ്യത്യസ്ത നിലയിൽ സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ, മീതെയുള്ള യെരൂശലേമോ അവളാകുന്നു നമ്മുടെ അമ്മ. ഈ മീതെയുള്ള യെരൂശലേമാരാണ് കാന്തന്റെ, ക്രിസ്തുവിന്റെ കാന്ത. ആ ക്രിസ്തുവിന്റെ കാന്തയാണ് പുത്തൻ യെരൂശലേം. ആ കാന്ത അവിടെ ഇരിക്കുമ്പോൾ ഗലാത്യരോട് പോൾ പറയുന്നു, ആ മീതെയുള്ള യെരൂശലേമാകുന്നു അവളാകുന്നു നമ്മുടെ അമ്മ. ദാറ്റ് മീൻസ് വി ആർ ബോൺ ഓഫ് ദാറ്റ് ന്യൂ കവനന്റ്. നമ്മൾ അപ്പം ഈ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണ്, പുതിയ നിയമസഭ, പുതിയ ഇസ്രായേൽ. നമ്മൾ ആരാണ്? അവിടെ പിറന്നവരാണ്, അവന്റെ മക്കളിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ ഭാര്യയിൽ ഉണ്ടായ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാരെന്നതിന്റെ അർത്ഥം. ഇതെല്ലാം ഇങ്ങനെ അലിഗോറിക്കലിയാ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാ. നമ്മൾ കാന്തയും കാന്തിയും കാന്തനും കോന്തനും ഒന്നും അല്ല. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഉടമ്പടിയാൽ, ആ ന്യൂ ടെസ്റ്റമെന്റിന്റെ പൂർണ്ണതയാൽ ഉണ്ടായി വന്ന പുത്രന്മാരാണ്. അതായത് ഒരു ചർച്ചിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളും ദൈവപുത്രന്മാരാണ്. ഇത് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ മെസ്സേജ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. നമ്മൾ യേശുവിന്റെ മണവാട്ടി അല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തല തുണിയിട്ട് കിടന്ന് തുള്ളണ്ട. നിങ്ങളുടെ കാന്തനൊന്നും വരത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കാന്തനെ നോക്കി ജീവിതകാലത്ത് മര്യാദയ്ക്ക് അങ്ങർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ നോക്കുക. ഈ വീട്ടിലെ പണ്ട് കല്യാണ ദിവസം ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് കാന്തനെ കാണുവാൻ, എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്ന്, ആ കല്യാണ ചെറുക്കൻ ഇങ്ങനെ നോക്കിക്കുക, അവിടെ സ്വന്തം കാന്തൻ അടുത്ത് ഇപ്പൊ ഉണ്ട്, ആവേശം കയറി. ഓ, ഈ ചർച്ചിനകത്തുള്ള ഈ പൊല്യൂഷനാ. അവർ പോയ ചർച്ചിൽ ഇങ്ങനെ പഠിപ്പിച്ചതാ. പക്ഷെ ഇതിനകത്ത് ഒരു രസമുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം, എന്തോന്ന് കള്ളമായാലും എന്തോന്ന് കുഴപ്പമായാലും ഇതിനകത്ത് കൈയടിച്ച് ആരാധിക്കുമ്പോൾ ഒരു വൈബുണ്ട് കേട്ടോ. അത് സുഖം, അടിപൊളിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കാമെങ്കിൽ ഇങ്ങനൊരു കൂട്ടത്തിൽ ആരാധിക്കാൻ കൈയടിക്കാൻ പോകുന്ന ഒരു മാനസിക സുഖമുണ്ട്. അതിനെ ഞാൻ സ്പിരിച്വൽ ഓർഗാസം എന്ന് പറയുന്നു. ഒരു ആത്മീക രതിസുഖം എന്ന് പറയും. അല്ലാതെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ, സത്യത്തെ അന്വേഷിക്കാൻ പോയാൽ, നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഭാര്യയല്ല, നിങ്ങൾ ദൈവത്തിന്റെ കാന്തയുമല്ല, നിങ്ങളെ കല്യാണം കഴിക്കാൻ യേശു വരുന്നുമില്ല. നിങ്ങൾ ദൈവപുത്രന്മാരായി ജീവിക്കുക. മറ്റൊരാൾക്ക് യേശുക്രിസ്തു ദൈവപുത്രനായി ഭൂമി വന്നതുകൊണ്ട് എന്നപ്പം എന്താണോ മറ്റുള്ളവർക്ക് ചെയ്തത് അതുപോലെ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമുക്ക് കമന്റിൽ വരാം. പിന്നെ ഇഷ്ടമില്ലെങ്കിൽ തെറി വിളിക്കാനും നിങ്ങൾക്ക് മടിയില്ല. നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് ചെയ്തു, കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.